ഹലോ മക്കളെ, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള 13ാമത്തെ ചാപ്റ്റർ സ്ഥിതി വിവര കണക്ക് വെറും 10 മിനിറ്റിൽ ഞാൻ പഠിപ്പിച്ചു തരാം. വിത്ത് ക്വസ്റ്റ്യൻസ്, വിത്ത് എക്സാമ്പിൾസ്, വിത്ത് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങളുടെ എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, അപ്പോൾ പഠിച്ചു വെച്ചോ. കുറേ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെ വരയ്ക്കണം എന്നൊക്കെ കാണിച്ചു തരാം. മക്കളെ, 3 ടൈപ്പ് ചോദ്യങ്ങളെ വരുള്ളൂ. ഇങ്ങനെ അൺഗ്രൂപ്പ്ഡ് ഡേറ്റ്, ഇങ്ങനെ വെറുതെ നിരത്തിയിരിക്കുന്ന കുറേ ഡേറ്റ് തരും. നമ്മൾ പെട്ടിയിലാക്കിയിട്ട് ഹിസ്റ്റോഗ്രാം വരയ്ക്കാനുള്ളത്. പെട്ടിയിലാക്കാൻ 2 മെത്തേഡ് ഉണ്ട്. നേരെ എഴുതാം, അല്ലെങ്കിൽ ടാലി അടയാളങ്ങൾ വെച്ചിട്ട് എഴുതാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഓക്കെ, ദ സ്കോർസ് ഓഫ് 35 കുട്ടികളുടെ സ്കോറുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, വലിയ കുറേ ഉണ്ട്, 35 ആൾക്കാരുടെ ഉണ്ട്. മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ ആൻഡ് ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. എന്താ ഈ ഫ്രീക്വൻസി ടേബിൾ? എത്ര എണ്ണങ്ങൾ വരുന്നുണ്ടെന്നുള്ളൊരു ടേബിളാണ്. ഓക്കെ, പട്ടികയാണിത്. ഓക്കെ, ഒരു ടേബിൾ ഞാൻ ഉണ്ടാക്കി. ഓക്കെ, അതിനുള്ളിൽ നമ്മൾ ഹെഡിങ്ങുകൾ കൊടുത്തോ, ഹെഡിങ്ങുകൾ. ഓക്കെ, ഓരോ മാർക്കിൻ്റെ നമുക്ക് ഹെഡിങ് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഫ്രീക്വൻസി ടേബിൾ, ആൻസർ ദീസ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ചിൽഡ്രൻ സ്കോർ 20? അപ്പോൾ അവർക്ക് അറിയേണ്ടത് 20 മാർക്ക് സ്കോർ ചെയ്ത് എത്ര കുട്ടികളുണ്ട്. കറക്റ്റ് 20 അറിയണം, അല്ലാണ്ട് 10ൻ്റെയും 20ൻ്റെയും ഇടയ്ക്കല്ല, 20 30ൻ്റെ ഇടയ്ക്കല്ല, കറക്റ്റ് 20 അറിയണം. അപ്പോൾ നമ്മൾ ഓരോന്നും എണ്ണണം. ഹൗ മെനി ചിൽഡ്രൻ സ്കോർസ് ബിറ്റ്വീൻ 10 and 15? 10ഉം 15ൻ്റെ ഇടയ്ക്ക്, 10നേക്കാളും കുറവ്. വാട്ട് ഈസ്? അപ്പോൾ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കേണ്ടി വരും. ഓരോ നമ്പറും എത്ര തവണ പറ്റിയെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റ് നമ്പർ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏറ്റവും കുറവ് നമ്പർ ഇവിടെ എന്താണ് കാണുന്നത്? 10 കാണുന്നുണ്ട്. 10ന് താഴെ ഏതെങ്കിലും നമ്പർ കാണുന്നുണ്ടോ? ഒറ്റ നോട്ടത്തിലില്ല. കൂടിപ്പോയി 20. അപ്പോൾ 10 മുതൽ തുടങ്ങിക്കോ. അപ്പോൾ നമ്മൾ ഓരോ നമ്പർ ഇല്ല, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഓക്കെ, ഞാൻ കുറച്ച് വൃത്തിയില്ലാത്ത രീതിയിൽ ചെയ്യുന്ന മാർക്ക് നമുക്ക് ഇടാം. ഇത് മാർക്ക്. ഇനി ഞാനൊരു ടാലി അഥവാ ടാലി മാർക്സ് ഇടാൻ പോകും. അപ്പോൾ നമ്മൾ ടാലി എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 കഴിഞ്ഞിട്ട് 5 ഇങ്ങനെ ഇടുന്നു. ഓക്കെ, അപ്പോൾ 5 ആണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഓരോ കുത്തുവരെ ഇടുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 10കൾ എടുക്കുന്നു. 10 ഒരു പ്രാവശ്യം ഉണ്ട്. 2 ഓരോന്ന് നോക്കിക്കോ, 2 പ്രാവശ്യം 10 കാണുന്നു. അപ്പോൾ ഞാനിവിടെ നമ്പർ അല്ലെങ്കിൽ ഫ്രീക്വൻസി അഥവാ നമ്പർ എന്ന് എഴുതാം. ഫ്രീക്വൻസി എന്ന് എഴുതാം. ഓക്കെ, ഫ്രീക്വൻസി അഥവാ നമ്പർ. അപ്പോൾ 2 പ്രാവശ്യം ഉണ്ട്. ഓക്കെ, 11 എത്ര പ്രാവശ്യം ഉണ്ട്? 11 1. ഓരോന്ന് ഇങ്ങനെ നോക്കി, ഞാൻ നോക്കുന്നത് ഇങ്ങനെ 1 2 3 ഇവിടെ ഒരു പ്രാവശ്യം ഉണ്ട്. പിന്നെ 11 ഇവിടെ, പിന്നെ ഇത് അവിടെ 11. അങ്ങനെ ഓരോന്ന് നോക്കിക്കോ. ഇവിടെ 11 ഉണ്ട്, ഇവിടെ 11 ഉണ്ട്. അപ്പോൾ 3 പ്രാവശ്യം 11 കാണുന്നുണ്ട്. ഓക്കെ, 1 2 3. 12 എത്ര പ്രാവശ്യം കാണുന്നുണ്ട്? 12 1 2. നിങ്ങൾക്ക് ഈ സമയം സ്പീഡ് കൂട്ടി കാണാം. 3. ഒന്നുകൂടി ചെക്ക് ചെയ്തോ. ഇവിടെ ഇല്ല, ഇവിടെ 1 2 3 പ്രാവശ്യം കാണുന്നു. നമ്മുടെ 3 എഴുതുന്നു. ഓക്കെ, 13 അങ്ങനെ ചെയ്യുന്നു. 13 അവിടെ പോയി. 13 നമുക്ക് തുടങ്ങാം. 13 1 2 3 4 ഇങ്ങനെ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. 4 എന്താണല്ലേ, അവസാനം തെറ്റിയാലും എനിക്ക് നോക്കിയാൽ 35 ഉണ്ടോയെന്ന് നോക്കുക. 14 നോക്കിക്കോ. 14 1 2 3 4 1 2 3 4 15 നോക്കിക്കോ. 15 1 2 3 4 5 6 അപ്പോൾ 1 2 3 4 ക്രോസ് 6 16 നോക്കിക്കോ. 1 2 3 4 5 1 2 3 4 5 17 നോക്കിക്കോ. 1 ഇനി പണി സിമ്പിൾ. 2 3 4 18 നോക്കിക്കോ. 1 2 19 നോക്കിക്കോ. 1 വേറൊന്നും കാണുന്നില്ലല്ലോ. 1 20 നോക്കിക്കോ. ഒരു കുട്ടിക്ക് കിട്ടി, വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ഓക്കെ, ആൻസർ കിട്ടി. ടേബിൾ കണ്ടുപിടിച്ചു. കുറേ സമയം എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഹൗ മെനി ചിൽഡ്രൻ സ്കോർ 20 കിട്ടിയത്ര ഒരു കുട്ടിയുണ്ട്. ആൻസർ ചെയ്ത ഒരു കുട്ടി. ഹൗ മെനി ചിൽഡ്രൻ സ്കോർസ് ബിറ്റ്വീൻ 10 and 15? 10ഉം 15 അടിക്കാം. 10ഉം 15 അടിക്കാന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ കൂട്ടിക്കോ മക്കളെ. നോക്കിയേ, 2 + 3 5, 5 + 3 8, 8 + 4 12, 12 + 4 എത്രയാ? 16, 16 + 6 22. 22 കുട്ടികൾ 10ഉം 15നും ഇടയ്ക്ക് സ്കോർ ചെയ്തു. വാട്ട് ഈസ് ദ സ്കോർ ഒബ്റ്റെയിൻഡ് ബൈ ദ ലാർജസ്റ്റ് നമ്പർ ഓഫ്? ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത കുട്ടിക്ക് കിട്ടിയ, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സ്കോറാണ് കിട്ടിയത് 6. 15ാമത്തെ മാർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ടാലി വെച്ച് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി സെയിം ചോദ്യം ഇങ്ങനെ റേഞ്ച് കണ്ടോ, ഒരു നമ്പർ മുതൽ മറ്റേ നമ്പർ വരെ ചോദിച്ചാൽ എന്താ ചെയ്യുക? പണി സിമ്പിളായി. സെയിം സാധനം ടാലി വെച്ച് കണ്ടുപിടിക്കുന്നു. പക്ഷേ 140 മുതൽ 145 വരെ നമുക്ക് ഒരു പെട്ടിയിനുള്ളിൽ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം നോക്കിയാൽ സെയിം ചോദ്യം 140 to 145 ചെയ്യാം. അപ്പോൾ നമ്മൾ തുടങ്ങാം കേട്ടോ.
140, 145 ഇടയ്ക്ക് ഇവിടെ നിന്ന് ഇതാ. ഇനി 145 നമുക്ക് എവിടെ ഇടാൻ പറ്റുക? ചില സ്കൂളിൽ ടീച്ചേഴ്സ് പറയും നിങ്ങൾ അത് മാക്സിമം വരുന്നിടത്ത് ഇട്ടോ, ചില സ്കൂളിൽ പറയും അതിൻ്റെ അപ്പുറത്ത് ഇട്ടോ. ഏതാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ടീച്ചർ പറയുന്ന പോലെ ചെയ്യാൻ. ഞാൻ എന്ത് ചെയ്യുന്നു, 145 ഇതിലിടുന്നത്, 145 അടുത്തതിലിടുന്നില്ല. ഓക്കെ, അപ്പോൾ 1 2 3 വന്നില്ലല്ലോ, 3 അവിടെ പോയി, 3 ആൾക്കാർ. ഓക്കെ, 3 ആൾക്കാർ. 145 മേലേക്ക് എത്രയാണ്? 145 മേലേക്ക് വരുന്നത് 180 താഴെ നോക്കിയത്. 14 വെച്ചിട്ട് തുടങ്ങുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? 1 2 ആൾക്കാരെ കാണുന്നുള്ളൂ. നമുക്കിനി ചെക്ക് ചെയ്യാം. ഇനി 150 സെയിം ഗ്യാപ്പ് അടുത്തിലിടണം. 150 155 വരെ, 155 വരെയുള്ള നോക്കിയാൽ ഫസ്റ്റ് ലൈനിൽ 1, സെക്കൻഡ് ലൈനിൽ 2. ഈ 150 ഇതിൽ വരും, തൊട്ട് മുന്നിൽ വരും 3. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒന്നുകൂടെ നോക്കും. 1 2 പിന്നെ 3 3 കാണുന്നത്. 3. ഇനി 155 മുതൽ 160 വരെ. ഓക്കെ, 160 വരെ. അപ്പം 1 2 3 4 5 ആൾക്കാർ. 5 ആൾക്കാർ, ഇവിടെ 3 ആൾക്കാർ. 160 മുതൽ 165 വരെ തുടങ്ങട്ടെ. ഞാൻ ഈ കളറൊന്ന് മാറ്റാൻ വേണമെങ്കിൽ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 165 വരെ അല്ലേ. 1 2 3 4 5 6 6 6 6 6 6 7 8 9 ആൾക്കാർ. 1 2 3 4 ക്രോസ് 1 2 3 4. അപ്പോൾ 9 ആൾക്കാർ. 165 മുതൽ 170 വരെ. അത് ഞാൻ വേറെ കളർ എടുക്കാം, കൺഫ്യൂഷൻ വേണ്ട, പിങ്ക് കളർ എടുക്കാം. 1 2 3 4 5 175 ഉണ്ടോ? അപ്പം ചെറിയ പ്രശ്നം ഉണ്ടല്ലോ. ഓക്കെ, കുഴപ്പമില്ല. ഈ ടേബിളിനൊരു പ്രശ്നം. 150 55 50 60 65 ഒരു പെട്ടിയും കൂടി ശരിക്കും വേണം. അപ്പോൾ 1 2 3 4 ഇവൻ കൂട്ടൂല കേട്ടോ, 175 കൂട്ടൂല. 1 2 3. ഓക്കെ, 3 4. ഇവിടെ ഒരെണ്ണം മറന്നു. ഇതാ 10 ആൾക്കാരാണ് ഇവിടെ വരിക, 10. ഓക്കെ, അപ്പം നമ്മളിവിടെ പോയി നമ്മൾ 1 2 3 4 5 6 7 8 9 10 11 കാണുന്നത്. 11. ഇനി ആക്ച്വലി ഉണ്ട്. ഇനി 170 ഒരു പെട്ടിയും കൂടി ആക്ച്വലി ഉണ്ടാക്കണം. 170 മുതൽ 175 വരെ. ആക്ച്വലി അതിനെക്കാട്ടും മേലെ ഉണ്ട് അല്ലേ, അതിനെക്കാട്ടും മേലെ ഉണ്ട്, ഇതിനെക്കാട്ടും മേലെ ഉണ്ട്. നിങ്ങൾ അവസാനം നോക്കിയാൽ 175 ടു 180 ഇടണം. കാരണം എന്താ, 177 വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ ഒരു ടേബിൾ ഉണ്ടാക്കാൻ പഠിക്കുന്നത് ഹിസ്റ്റോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ്? ആവൃത്തി ചതുരം. ഓക്കെ, നോക്കിയേ, 0 മുതൽ ഇതുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിച്ച് തുടങ്ങുന്നു. ആൻഡ് ഓരോ പെട്ടി കഴിഞ്ഞിട്ട് ബാർ ഗ്രാഫ് പോലെ ഗ്യാപ്പില്ല കേട്ടോ, അടുപ്പിച്ചാണ്. എന്നിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലെ നമ്പർ കൊടുക്കുന്നു. ഓക്കെ, 0 മുതൽ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഇവിടെ തുടങ്ങുന്നു, അല്ലെങ്കിൽ അടുത്ത നമ്പർ മുതൽ ഇവിടെ നിന്നാണ് ശരിക്കും പൊതുവെ തുടങ്ങാറ്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് വരയ്ക്കാനുള്ള കാണിച്ചു തരാം. The table shows 30 children that took the long distance race. ഓക്കെ, സമയം എത്രയാണെന്ന് നോക്കി മക്കളെ. 0 to 10 അതും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു നോക്കി കേട്ടോ. നിങ്ങളിങ്ങനെ വരയ്ക്കുക. ഓക്കെ, നമ്മളെന്താ ചെയ്യുക, 10 നമ്മളൊരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെ 0, ഇവിടെ 10 ഇടുന്നു, 13 ഇടുന്നു, ഇത്ര പിന്നെ 16 19 22 25. ഓക്കെ, നമുക്ക് വേണ്ട നമ്പർ എന്താ, 3 5 12 വരെ വേണം. ബേസിക്കലി 12 വരെ വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ 3 അല്ലെ, ഓരോ 2ൻ്റെ ഇടാം അല്ലേ. 2 4 6 8 10 12. ഓക്കെ, 14 ഇട്ടവർ രസത്തിന്. ഓക്കെ, ഇനി 10 to 13 10 to 13 3 ആൾക്കാർ. ഇവിടെ ഇത് നോക്കിയേ ഇത്. അപ്പോൾ ആ ഗ്യാപ്പിൽ. ഓക്കെ, അപ്പോൾ 10ൻ്റെയും 13ൻ്റെ ഇടയ്ക്ക് 3 ആൾക്കാർ. 10ൻ്റെയും 13ൻ്റെ ഇടയ്ക്ക് 3 ആൾക്കാർ എന്ന് പറയുമ്പോൾ എത്രയാണ്, ഈ 4ൻ്റെ ഇടയ്ക്ക് വരും. ഇവിടെ വരും. ഇതാട്ടോ 13 വരിക 3. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഓക്കെ,
13 വരെ വന്നു. ഓക്കെ, ഇനി 13 to 16 5 ആണ്. 5 എന്ന് പറയുമ്പോൾ അടുത്തത് ഇവിടെ വരും. ആ 4ഉം 6നും കറക്റ്റ് ഇടയ്ക്ക് വരും. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാ നോക്കുക. ഓക്കെ, 5ൻ്റെ അവിടെ വന്നു. 12ൻ്റെ അവിടെ 16 to 19. 16 to 19 നോക്കിയാൽ 12 വരെ വന്നു. ഓക്കെ, ഇനി 19 to 22 8 ആൾക്കാർ ഇവിടെ വരും. ഓക്കെ, ഇനി 22 to 25 എത്രയാ? 2 ആൾക്കാർ. 2 ആൾക്കാർ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറവ്. ഇതാണ് ഹിസ്റ്റോഗ്രാം വരിക. ഇങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം വരിക, വളരെ സിമ്പിളായിട്ട്. ഓക്കെ, നിങ്ങൾ ഈ ഡോട്ടുകൾ വരയ്ക്കേണ്ട ആവശ്യമില്ല, ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് കിട്ടിയല്ലോ. എക്സാമിന് വരുന്ന ക്വസ്റ്റൻ ആണ്, നമുക്ക് നോക്കിയാലോ. എക്സാമിന് വരുന്ന 10 മിനിറ്റ് ചാപ്റ്റർ പഠിച്ചു, ടാലി മാർക്ക് വരയ്ക്കാനും ഒരു റേഞ്ച് തന്നാലുള്ള വരയ്ക്കാൻ. ഓക്കെ, ബാ. ദ സ്കോർസ് ഒബ്റ്റെയിൻഡ് ബൈ സം ചിൽഡ്രൻ ഇൻ മാത്തമാറ്റിക്സ് ക്വിസ് കോമ്പറ്റീഷൻ തന്നിരിക്കുന്നു. വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോമ്പറ്റീഷൻ? ടോട്ടൽ നമ്പർ എത്രയാ? ഇവരെ കൂട്ടിക്കോ. ഇവിടെ 2ഉം 6 കൂട്ടി 8, 19, 19ഉം 6ഉം കൂട്ടി 25 ടോട്ടൽ 25. ഓക്കെ, ഇൻ വിച്ച് ക്ലാസ് ഡസ് ദ, ഏതാ ക്ലാസ് എന്ന് പറഞ്ഞാൽ മക്കളത് ഇതാട്ട്. ഇതൊരു ക്ലാസ്, ഇതൊരു ക്ലാസ്, ഇതൊരു ക്ലാസ്, ഓരോ ക്ലാസ് എന്നാണ് വിളിക്കുക, വിഭാഗം. ഫസ്റ്റ് പ്ലേസ്, ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ്. ഇൻ വിച്ച് ക്ലാസ് ഡസ് ദ സ്കോർ ഓഫ് ഫസ്റ്റ് പ്ലേസ്ഡ് ചൈൽഡ് ബിലോങ്സ്? ഓക്കെ, ഫസ്റ്റ് പ്ലേസ് എവിടെയാണ് കിട്ടുക മക്കളെ? സി, ഇത് ഓരോ സ്കോറിലാണ്. അപ്പം ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയതല്ലേ വരിക? ഇതാ അവസാനത്തെ ക്ലാസ്സിൽ 20 to 25 ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് ഇതിലാണ്. അതിൽ എത്ര കുട്ടിയുണ്ട്? ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അവരാണ് അതിലെ വിന്നർ, അതിലെ വരിക. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു സ്കോർഡ് മോർ ദാൻ 10? 10ൽ കൂടുതൽ സ്കോർ ചെയ്ത കുട്ടികൾ ഇതാ മക്കളെ. 0 to 5, 5 to 10 ഇവിടെ ഉണ്ട്. ബാക്കിയുള്ളവന്മാർ ഇവരെ കൂട്ടിക്ക് എത്ര വരിക? 11, 5, 16, 16, 1, 18. 18 വരിക, 17 അല്ലേ വരിക? ഓക്കെ, 16 + 1 17 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതിന് മലയാളം കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കതാ ഹോംവർക്ക് എടുത്ത ഈ ക്വസ്റ്റ്യൻ തരുന്നത് ഹിസ്റ്റോഗ്രാം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദ റൺ സ്കോർഡ് ബൈ ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഇൻ 40 1-day മാച്ചസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ നിങ്ങൾക്ക് വരച്ചുതരാം. എങ്ങനെ വരിക? അവിടെ 0 to 20 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരിക, ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ആൻസർ ചെയ്യില്ലേ. 0 കൊടുക്കുക, എവിടെ നിന്നും തുടങ്ങട്ടെ, 20 കൊടുക്കുക, 40, 60, 80, 100, 120. ഓക്കെ, അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഓരോന്നും 5, നമുക്ക് അവസാനം 12 വേണം. അപ്പം നോക്കിയേ, 2, 4, 6, 8, 10, കുറച്ചുകൂടി കൂട്ടിക്കോ, 12. ഓക്കെ, എങ്ങനെ വരിക? 0 to 20. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ തുടങ്ങുന്നു കേട്ടോ. 0 to 20 തുടങ്ങുന്നു. നമുക്ക് ബ്ലാക്ക് കളർ വെച്ച് തുടങ്ങാം. 0 to 20 5 മാച്ചസ്. അപ്പോൾ 5 ഇതാണ് 0 to 20. ഓക്കെ, ഇനി 20 to 40 7 മാച്ചസ് ഇവിടെ വരും. ഓക്കെ, 40 to 60 6 മാച്ചസ് ഇവിടെ വരും. ഓക്കെ, 60 to 80 12 മാച്ച് വരുന്നു. വാവ്. 80 to 100 4 മാച്ചസ് വരുന്നു. 4 മാച്ചസ് നമ്മൾ ഇവിടെ വരുന്നു. ഓക്കെ, 100 to 120 6 മാച്ചസ് വരുന്നു. കുറച്ചുകൂടി കാര്യം. ഇതാണ് ഹിസ്റ്റോഗ്രാം. ആ തുടങ്ങുന്നത് എവിടെ നോക്കിയാൽ 0 തന്നെ തുടങ്ങും. അപ്പോൾ വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇനിയും ക്വസ്റ്റ്യൻസ് വേണം. ഇതാ ഹോംവർക്ക് ഉണ്ട്, ഈ ക്വസ്റ്റ്യൻ ചെയ്തോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്തോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ടാലി ചെയ്തിട്ട് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ചൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ടാലി ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് കുറേ വരാറുണ്ട്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും. അപ്പോൾ ഞാൻ ഉണ്ടാകുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡീറ്റെയിൽസ് ഉണ്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം. അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് കാണാം.